ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ട ഒരു ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ രാവിലെ. പിന്നെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പിന്നെ സോയാബീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ സോയാബീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്, 2 പച്ചമുളകല്ല, 1 പച്ചമുളക്, അത്യാവശ്യം നല്ല വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവും കാര്യങ്ങളൊക്കെ ഇത് മിനിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ. മിനിഞ്ഞാന്ന് കുഴച്ച് വെച്ചു. പിന്നെ പെട്ടെന്ന് നിൽക്കുക വന്നപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ എന്തോ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറന്നു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നല്ല ബലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചപ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു ഓട്ടപാത്രത്തിലൊന്ന് ആവി കയറ്റിയെടുത്ത്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പരത്തിയപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കേടൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ച് ഹാർഡ് ഉണ്ടായിരുന്നു, പക്ഷേ പരത്തിയപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് സോയാബീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയ്ക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി ഇതൊക്കെ നന്നായിട്ട് വേണ്ട വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ലാസ്റ്റ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മസാലകൾ വേണ്ടത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് ഈ ഒരു സമയത്തൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാല ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല നമ്മുടെ സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുഞ്ഞ് സോയാബീനാണ്, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം കേട്ടോ. നമ്മളൊരു 3-4 പീസൊക്കെ ആക്കേണ്ടി വരും. അതുകൊണ്ട് ചെറുതാണ് എപ്പോഴും. എനിക്ക് ഇഷ്ടം ചെറുതാണ് കേട്ടോ. അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട സമയത്ത് നമ്മൾ വിചാരിക്കും ഇന്ന് സോയാബീനിക്ക് മസാല ഒന്നും പിടിക്കാത്തതെന്ന്. പക്ഷെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എല്ലാ മസാലയും നമ്മുടെ സോയാബീനിക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സോയാബീൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ടും ഇങ്ങനെ റെഡിയാക്കാം. പക്ഷേ ഇത് ഫ്രൈ ചെയ്യാതെയാണ് ഉണ്ടാക്കിയത്, എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫൈസിക്കുട്ടി വരാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും വേഗം ചായയും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയാബീൻ റോസ്റ്റൊക്കെ റെഡിയായ ശേഷം പിന്നെയാണ് ഞാൻ ചപ്പാത്തി പരത്തി അതിലേക്ക് ചുട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ചട്ടിയിലല്ല, ആ അടുപ്പിൽ. അതിൻ്റെ ഇടയിൽ ചായ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയിൽ ചായപ്പൊടിയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ സത്യമായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. മേലെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സോയാബീൻ റോസ്റ്റ് റെഡിയായ ശേഷം പിന്നെ ഞാൻ അടുപ്പിൽ തന്നെ നമ്മുടെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് 2 ദിവസം മുന്നത്തെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഒന്നാമത് നമ്മുടെ ഫാദുക്കുട്ടി പ്രത്യേകിച്ച് രാവിലെ ഒന്നും തിന്നുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒന്ന് ചപ്പാത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ദോശൻ്റെ പകുതി അങ്ങനെയൊക്കെ ആൾ കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കുറച്ച് ഉണ്ടാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ ബാക്കി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 10 മണിയായപ്പോഴത്തേക്കും മക്കളെ കൊണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടാക്കി വന്ന ശേഷം ആണ് ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വിശപ്പായിട്ട് എനിക്ക് ആ ഒരു വെയിലത്ത് പോയി വന്നാൽ. അപ്പം ചിലപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടിനെ കൊണ്ടാക്കാൻ ഞാൻ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ കുട്ടീനെ കൊണ്ടാക്കുമ്പോൾ അവരെ കൂടെ അങ്ങനെ പോകാണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ദിവസം ഞാൻ ഫാദുക്കുട്ടിനെ കൊണ്ടാക്കി വന്നിട്ടാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മളാണല്ലോ കൊണ്ടാക്കിയത്, ഞങ്ങളാണ് കൊണ്ടാക്കിയത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈസിക്കുട്ടീനെ കൊണ്ടാക്കി വന്നപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ ചപ്പാത്തി ഫാദുക്കുട്ടിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ചോറ് കൊടുത്തു. അവളിന്ന് അംഗനവാടിയിൽ പോകുന്നില്ല കേട്ടോ. നമ്മുടെ വണ്ടി എന്താ പറയുക, വണ്ടിയിൽ എണ്ണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് കൊണ്ടാക്കണില്ല, നടന്നു പോകാൻ വയ്യ കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുണികളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു. തുണികളൊക്കെ ഒന്ന് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ മീൻ നന്നാക്കാനുണ്ടായിരുന്നു, അതും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതാ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും, അതുകൊണ്ടാണ് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാതെ കേട്ടോ. പിന്നെ എനിക്ക് മീൻ നന്നാക്കുന്ന സമയത്തൊക്കെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ബോറടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ അധികം വീഡിയോ എടുക്കാറില്ല കേട്ടോ. ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഓൺ ആക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മൂഡ് ഔട്ടാണ്. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടി പോവാണ്. തീ കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം 2 ചകിരി ഇട്ടപ്പോൾ വേഗം തീ കത്തിപ്പിടിച്ചു കേട്ടോ. അങ്ങനെ മീൻകറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം വേഗം പോയിട്ട് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അടിച്ചു വാരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ചെറുതായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചൂലുകൊണ്ട് എത്തുന്ന ഭാഗത്തേക്ക് അങ്ങനെ അവിടെ തന്നെ അങ്ങോട്ട് തട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഒരു മാസം 1.5 മാസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് അങ്ങനെ മാറാലും എല്ലായിടും തട്ടാറുള്ളത് കേട്ടോ. പെട്ടെന്നൊന്നും വരാറില്ല. പിന്നെ അടിയിലൊന്നും അധികം ഹൈറ്റ് ഇല്ല കേട്ടോ. നമുക്ക് മാറാലും തട്ടുന്ന സാധനങ്ങളുകൊണ്ട് എത്തും. മേലെയാണ് എത്താത്തത്. അപ്പം എത്തുന്ന ഭാഗത്തൊക്കെ ചൂലുകൊണ്ട് തന്നെ അടിക്കുമ്പോൾ ഇങ്ങനെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് അങ്ങനെ മാറാലും അങ്ങനെ വരില്ല കേട്ടോ. എന്നാലും വരും. അത് വേറെ. അങ്ങനെ അടിച്ചു വായി വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെയാണ് ചോറല്ല, അരി വെള്ളത്തിലിട്ട് കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഇന്നലെ രാത്രി ഇട്ടതാണ്. അപ്പോൾ നമുക്ക് രാത്രി ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് കൂടുതൽ ദിവസം ഇവിടുന്ന് കഴിക്കാറുള്ളത്. കാരണം രാവിലെ കൂടുതലും മീനോട് പോണ ദിവസമൊന്നും ഇവിടെ നല്ല കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡ്ഡലിയും ദോശയൊന്നും അധികം മൂപ്പർക്ക് കിട്ടാറില്ല ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ചിലപ്പോഴൊക്കെ ഞാൻ ഇതേപോലെ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് വെക്കും. രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അരച്ച് വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ. പിന്നെ നമ്മൾ ചോറൊക്കെ വെന്ത അടുപ്പിൻ്റെ സൈഡൊക്കെ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് വേഗം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടിക്ക് കൊടുത്തതിൻ്റെ ബാക്കി ചോറാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ നേരത്ത് പിന്നെ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുതന്നെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഡേറ്റ് കാണാം. ഇൻഷാല്ലാ. ടാറ്റാ.